തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ്. തർക്കമില്ല കേട്ടാ. ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ത്യക്കാരെന്ന് മാത്രമേ ഉള്ളൂ. സിന്ധു നദീതീരത്ത് താമസിച്ച മനുഷ്യന്മാരെ പേർഷ്യക്കാർ, സിന്ധുകാർ, അവർക്ക് പ്രൊണൗൺസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഹിന്ദുകാർ അൽ ഹിന്ദ് എന്ന് വിളിച്ചത് പേർഷ്യക്കാരാണ്. നമ്മളെല്ലാം ഹിന്ദുകാരാണ്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും ചേട്ടനടക്കമുള്ളവർ എൻ്റെ സഹോദരന്മാരാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? ഒരു ചുക്കും ചുണ്ണാമ്പ് ഒരു കോണത്തിലെ മോനും ആഗ്രഹിക്കണ്ട. ഊഷോ എൻ്റെ ചേട്ടാ, ഒരാശയത്തെ പ്രതിഫലിപ്പിക്കാൻ ഈ തെറിയുടെ ആവശ്യമുണ്ടോ? ചേട്ടൻ്റെ നെറ്റിത്തലത്ത് കാണുന്ന ചന്ദനക്കുറി ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ? ഈ തലയെ കെട്ടിക്കൊണ്ട് ചേട്ടൻ ഈ പറഞ്ഞ അതേ വാക്ക് എനിക്ക് പ്രയോഗിക്കാൻ കഴിയും. എനിക്ക് വഴങ്ങാതിരിക്കും ഈ വാക്കൊക്കെ. ഇതിൻ്റെ അപ്പുറത്തെ വാക്ക് പറയാൻ എനിക്ക് കഴിയത്തില്ലേ? എൻ്റെ നാവും വഴങ്ങും. പക്ഷെ ഞാനിത് പറയലോടുകൂടി എൻ്റെ സമൂഹം, എൻ്റെ സമുദായം എന്നെ പൂർണ്ണാർത്ഥത്തിൽ നിരാകരിക്കും. എൻ്റെ വീഡിയോ കാണത്തില്ലെന്ന് മാത്രമല്ല, അവർ വ്യക്തമായ വിഷയത്തിൽ നിലപാടെടുക്കും. സമുദായത്തോട് പറയും ഇയാളുടെ വീഡിയോ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ശക്തമായി പ്രതിഷേധം ഒരു കമൻറ്റ് ബോക്സിൽ എഴുതും. താനൊക്കെ എന്തും മുസ്ലിയാരാടോ, താനൊക്കെ എന്ത് പണ്ഡിതധർമ്മമാണ് ചെയ്യുന്നത്, തെറി പറയുക, ഇതൊരു വിശ്വാസിക്ക് പറ്റിയാണെന്ന് ചോദിക്കുവര്. ചേട്ടൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവനും പച്ച തെറി എഴുതിയിരിക്കുന്നത്. ചേട്ടൻ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഹിന്ദു മതത്തിന് വേണ്ടിയും സനാതന ധർമ്മത്തിന് വേണ്ടിയല്ലേ? അതൊരു പരിശുദ്ധമായ ആശയമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ചേട്ടൻ നീ സംസാരിക്കുന്നത്? ചേട്ടൻ്റെ ഈ ആശയം ചെറിയ കുട്ടികളെ കേൾപ്പിക്കാൻ പറ്റുമോ? ചേട്ടൻ ഈ പറയുന്നതിന് ഗൗരവം ചേട്ടന് മനസ്സിലാകുന്നുണ്ടോ? അതാ 4 മിനിറ്റത്തെ ചേട്ടൻ്റെ വീഡിയോയിൽ എത്ര പ്രാവശ്യം അനാവശ്യം പറയുന്നുണ്ട്. ചേട്ടാ, ഇതൊന്നും മനുഷ്യർ ഉൾക്കൊള്ളത്തില്ലെന്നേ. നമ്മുടെ പഴയ കാലമല്ല, ജനം പ്രബുദ്ധരാണ്. ഈ വൃത്തികളൊന്നും, ഇത് ചേട്ടൻ്റെ അതേ മനോഭാവമുള്ള മനുഷ്യർ വന്നത് കാണുകയും കമൻറ്റ് ബോക്സിൽ ചേട്ടന് പിന്തുണ നൽകിക്കൊണ്ട് തെറി പറയുമെന്നുള്ളതല്ലാതെ ഒരു മനുഷ്യനും ഇതൊന്നും ഉൾക്കൊള്ളത്തില്ല. ഇതൊക്കെ ആരാരും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. അല്ലാതെ വിദ്യാഭ്യാസം വിവരമുള്ളൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ, സാക്ഷര സമൂഹത്തിൻ്റെ മുമ്പിലാണ് ചേട്ടൻ ഈ വൃത്തികേടൊക്കെ പറയുന്നത്. ആശയം പറയൂ, കേൾക്കാം. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പറയൂ, വിമർശിക്കൂ, നല്ല ഭാഷയിൽ സഭ്യഭാഷയിൽ വിമർശിക്കൂ, കേൾക്കാം. ചേട്ടൻ ഈ ചന്ദ്രക്കൂലിയും തൊട്ടുകൊണ്ട് ഈ അനാവശ്യങ്ങളൊക്കെ പറയുമ്പം ചേട്ടൻ്റെ മനോഭാവമുള്ളൊരു പിന്തുണക്കും എന്നതുപോലെ എന്നെ പിന്തുണക്കത്തില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നുമില്ല. അത് പറയാതിരിക്കുന്നത് പിന്തുണ കിട്ടാത്തത് കൊണ്ടല്ല. ഞാൻ ഉൾക്കൊള്ളുന്ന ദർശനം, നിങ്ങൾ പറഞ്ഞില്ലേ തീവ്രവാദ ആ ദർശനം, നിങ്ങളുടെ കാഴ്ചപ്പാട്, ആ ദർശനം അത് പറയാൻ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതായിട്ട് ചേട്ടൻ കാണിക്കാൻ കഴിയുമോ? ചേട്ടൻ എനിക്കുള്ള മറുപടിയല്ല പറയുന്നത്, ഇല്യാസ് ഫാദിലിക്കുള്ള മറുപടി പറയുന്നത്. പക്ഷേ വാക്കുകൾ കടന്നു പോവുകയാണ്. മോശമാണ് ചേട്ടാ. ഇവിടെ തീവ്രവാദി കോടികളും വന്ന് ഉണ്ടാക്കി എന്ന് തള്ളി ഇവിടെ ഭരിക്കാം. 2030 ആയാലും താനൊക്കെ ഇവിടെ നിന്ന് സ്ഥലം വിടും മിക്കവാറും. ചേട്ടാ, ഞങ്ങളൊക്കെ സ്ഥലം വിട്ടുള്ള അവസ്ഥ ചേട്ടൻ അറിയാവാ? ഞങ്ങൾ സ്ഥലം വിട്ടാൽ ഏറ്റവും അധികം ഇവിടെ പ്രയാസപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ആ വില്ലൻ ലോകൻ്റെ മലബാർ മാനുവല് അത് മാതൃഭൂമിയിലുണ്ട്, DC-യിലൊക്കെ ഉണ്ട്. ഒരു 400 രൂപ കൊടുത്ത പുസ്തകം കിട്ടിയിട്ട് എന്തായിരുന്നു ഇന്ത്യയുടെ ഭൂതകാലം എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ചേട്ടനെ അടക്കമുള്ള ആളുകൾ പറയുന്നു വലിഞ്ഞു കയറി വന്നവർ ഇവരാണ് ഇവിടുത്തെ സമാധാനം കളഞ്ഞത്. ചേട്ടൻ ഒന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മതി. മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെല്ലാവരും ഇവിടെ വന്നവരാ. ഇവിടെ ക്രിസ്ത്യാനി വന്നതാണ്, ഹിന്ദു വന്നവരാണ്, അത് ആര്യന്മാർ വന്നവരാണ്, ദ്രാവിഡന്മാർ വന്നവരാണ്, എല്ലാവരും വന്ന് ഇവിടെ വരാത്തവരാരും ഇല്ല. ആരും ഇവിടെ അവകാശവാദം പറയണ്ട. അത് ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണ് ചേട്ടൻ പറയുന്നത്. ഇനി പോട്ടെ, നിങ്ങൾ കുറച്ച് മുമ്പേ വന്ന്, ഞങ്ങൾ പിന്നെ വന്നു. ഓക്കെ, ശരി. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഹിന്ദുവിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മതി. അത് മാത്രം പഠിച്ചാൽ മതി. അവരുടെ ശ്മശാന ഭൂമിയായിരുന്നു ഇത്, അവരുടെ മോർച്ചറി ആയിരുന്നു ഇത്. അതേട്ടനറിയോ? ഞാൻ ഇടയ്ക്കൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പുട്ടിന് എന്ത് പേരായിരുന്നു പറഞ്ഞതെന്നറിയോ? പുട്ട് ആരുടെ ഭക്ഷണമായിരുന്നു അറിയോ ചേട്ടന്? അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വീടെന്ന് പറയാൻ പറ്റുമായിരുന്നു? വില്ലൻ ലോകൻ്റെ മലബാർ മാനുവലൊന്ന് വായിച്ചാൽ പ്രശ്നം തീർന്ന്. അപ്പോൾ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ മതി, ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ചേട്ടാ, നമ്മൾ വെറുതെ കുറ്റം പറയണ്ട, ചീത്ത പറയണ്ട. ഒക്കെ ഞാൻ അവസരോചിതമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ക്ലീശയില്ലെന്ന് വിചാരിച്ചിട്ട് പറയാത്ത. പോട്ടെ. RSS BJP ഇനി ഇവിടെ ഭരണത്തിൽ കയറി തന്റെയൊക്കെ ലക്ഷ്യങ്ങൾ മാറി ഇവിടെ സമാധാനമുള്ള ഒരു രാഷ്ട്രമായി മാറും. അപ്പം നിലവിൽ ഇപ്പോൾ സമാധാനമില്ല എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ അംഗീകരിച്ചല്ലോ, ഇപ്പൊ സമാധാനമില്ല. സമാധാനക്കേട് ഞങ്ങളായിരിക്കും അല്ലേ? കുടുംബക്കാരൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ചേട്ടാ, ജീവിച്ചോളാം, ഒന്നും പറയല്ലേ പ്ലീസ്. മര്യാദയ്ക്ക് ജീവിച്ചോളാം. ശരി, ചേട്ടനത്ര പറഞ്ഞ സ്ഥിതിക്ക് മര്യാദയ്ക്ക് ജീവിച്ചോളാം. ഒന്നും പറയല്ലേ പ്ലീസ്. ഈ തീവ്രവാദങ്ങൾ ഒഴിവാക്കി മനസ്സമാധാനമായിട്ടും സാമൂഹികമായിട്ടും ഇടപെട്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കടാ. പക്ഷെ ഇന്ത്യക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. സമ്മതിച്ചു. താനൊക്കെ വന്നു കയറിയപ്പോ സ്ഥലം തന്നതാ. തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു. ആര് സ്ഥലം തന്നുള്ള
വിശദമായിട്ടൊക്കെ ഞാൻ പറയാം. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ആരാർക്ക് സ്ഥലം കൊടുത്തെന്ന് ചേട്ടൻ പറയുന്നത്. ആരാർക്ക് സ്ഥലം കൊടുത്തു? ഇവിടെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഹിന്ദുക്കൾക്ക് കൊടുക്കാത്ത സ്ഥലം മുസൽമാന് കൊടുത്തിട്ടുണ്ടോ? അന്നത്തെ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുവിന് ഇവിടെ ജീവിക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ടോ? പാവപ്പെട്ട ഹിന്ദുവിന് ജീവിക്കാൻ അവകാശം. എന്തിനേറെ അവർക്ക് സ്വന്തമായി അവരുടെ ഗോപ്യഭാഗങ്ങൾ മറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? മുട്ടിന് താഴെ മുണ്ടുടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടോ? കല്ലുമാല ധരിക്കാൻ പോട്ടെ, പരിശുദ്ധമായ ഗ്രന്ഥം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഗ്രന്ഥം അവർക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്ത് മണ്ണാങ്കണ്ട കൊടുത്തെന്ന് പറയുന്നത്? മുസ്ലിമിനാ? മുസൽമാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പവിത്രയും പരിശുദ്ധിയും കൊണ്ടാണ്. ഈ നാട്ടിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ ഈ കാണുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ എങ്ങനെ ഉണ്ടായി? പെറ്റുപെരുകിയതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ചരിത്രം പഠിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ വഴിക്ക് വരികയായി ഇവിടെ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. അപ്പം എങ്ങനെ സുലാൻ